പല സ്ത്രീകളും ശ്രദ്ധിക്കപ്പെടാത്തവരോ വിലമതിക്കപ്പെടാത്തവരോ ചുറ്റുമുള്ള സാഹചര്യങ്ങളാൽ പരിമിതപ്പെടുത്തപ്പെട്ടവരോ ആയി അനുഭവപ്പെടുന്നു. അവർ നിഴലുകളായി നിൽക്കുന്നു, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കോ സ്വന്തം ഭയങ്ങൾക്കോ പിന്നിൽ. എന്നാൽ ഓരോ സ്ത്രീയും ദൈവത്തിന് വിലപ്പെട്ടവളാണ്, ഒരു ഉദ്ദേശത്തിനായി സൃഷ്ടിക്കപ്പെട്ടവളാണ്. ദൈവം നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വിളിക്കുകയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും വെളിയുടെ വെളിച്ചത്തിൽ കാലെടുത്ത് വയ്ക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മറഞ്ഞിരിക്കേണ്ടതില്ല, നിങ്ങൾ പ്രകാശിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ പോരാട്ടങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും കാണും. അതിജീവിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെ നയിക്കാനും സ്നേഹിക്കാനും നന്മയ്ക്കായി സ്വാധീനിക്കാനും ദൈവം നിങ്ങളെ ഉയർത്തുന്നു. വെളിച്ചത്തിലേക്ക് നീങ്ങുന്നതിന് ധൈര്യം ആവശ്യമാണ്. അതിനർത്ഥം നിങ്ങളുടെ മൂല്യത്തിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഉറപ്പില്ലെന്ന് തോന്നുമ്പോൾ പോലും പുതിയ അവസരങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. നിങ്ങൾ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിലേക്ക് പൂർണ്ണമായി ചുവടുവെക്കുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെടുന്നത്. ബൈബിൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. എൻ്റെ ഉപദേശം ഇതാണ്: ഭയമോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ നിങ്ങളെ ചെറുതാക്കാൻ അനുവദിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടക്കാനും ധൈര്യപ്പെടുക. നിങ്ങളുടെ ദാനങ്ങൾ ഉപയോഗിക്കുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, വെളിച്ചത്തിൽ ഉറച്ചു നിൽക്കുക. ഓർമ്മിക്കുക, നിങ്ങളെ ദൈവം നേതൃത്വത്തിനായി കണ്ട മാന്യ നായികയാണ്. ലോകത്തിൽ ഒരു അനുഗ്രഹമാകാൻ നിഴലുകളിൽ നിന്ന് വിളിക്കപ്പെട്ടവളാണ്. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.